ഹലോ ഹലോ ചേട്ടാ ഞാൻ വലിയൊരു വ്ളോഗറാണ് വ്ളോഗർ കേട്ടോ. പിന്നെ ചേട്ടാ നിങ്ങളുടെ കടയിലോട്ടൊന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പേര് മനസ്സിലായില്ലല്ലേ? പേര് പറയുന്നില്ലേ, കാരണം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഏറി കയറും കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ഏറിയും താഴോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ചേട്ടാ, വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം മനസ്സിലായല്ലോ സൗണ്ട് കേട്ടിട്ട്? അതെ. പിന്നെ ചേട്ടാ ഞാൻ വരുന്നത് പൈസ ഒന്നും വേണ്ട. നിങ്ങളുടെ കട എക്സ്പ്ലോർ ചെയ്തതിന് പൈസയൊന്നും വേണ്ട. പിന്നെ ഞാൻ പറയാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പോഴത്തേന് ചേട്ടന് ഒരാഴ്ച എടുക്കും കേട്ടോ. അപ്പോഴത്തേന് ചേട്ടൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ചേട്ടൻ അത് പിന്നെ കുറേ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. അതെ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ. ചേട്ടാ ഒരു മിനിറ്റ്. അപ്പം ആരാന്നും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പം കുറച്ച് നാളായിട്ട് പുള്ളിക്കാരൻ എയറിലാണ് കേട്ടോ. എയറിൽ നിന്ന് താഴോട്ട് വരാനായിട്ട് സമയം കിട്ടുന്നില്ല, കൊടുക്കുന്നില്ല ആരും. പുള്ളിക്കാരൻ വരും, വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു സാധനം കൂടി ഇട്ട് തരും, പിന്നെയും ആൾക്കാർ പിടിച്ച് എയറിലോട്ട് അങ്ങ് വിടും. അപ്പം സ്ഥിരമായിട്ടിപ്പം പുള്ളിക്കാരൻ്റെ പരിപാടി അതാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പുതിയ ചലഞ്ചുമായിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ആ ചലഞ്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. അപ്പോൾ ഗൈസ്, ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചു കുറേ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യണോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ചെയ്യുന്നതിന് എന്താ കുഴപ്പം അല്ലേ? ഓരോരുത്തർ ചെയ്യുന്നതും ഓരോരുത്തർ കാണിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളൊരു ബാധ്യത നമുക്കുണ്ട്, എല്ലാ മനുഷ്യർക്കുണ്ട്, ഓരോ വ്യക്തിക്കുമുണ്ട്. അപ്പം ഞാനിപ്പോൾ നാളെ ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം. അതിന് ധൈര്യം കാണിക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാണ് കാണിക്കുന്നത്? വ്യക്തിപരമായിട്ട് അവഹേളിക്കാതിരുന്നാൽ മതി. അതായത് വ്യക്തിപരമായിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് അവരെ ഹേർട്ട് ചെയ്യാതിരുന്നാൽ മതി. ഇതിപ്പോൾ ഹേർട്ടിങ് ഒന്നുമല്ല. ഞാൻ പുള്ളിക്കാരൻ ചെയ്ത കാര്യം തെറ്റാന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് തന്നെയാണ് കാര്യം. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ ഇന്ന് ഞാൻ ചുമ്മാ എടുത്ത് നോക്കി. പുള്ളിക്കാരൻ്റെ വിഷയം ഇപ്പം ഇങ്ങനെ ഏറി നിൽക്കുന്നതുകൊണ്ട്, എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം പുതിയൊരു ചലഞ്ചുമായിട്ടാണ് പുള്ളിക്കാരൻ വന്നേക്കുന്നത്. അപ്പം ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു ഹോട്ടലുകാർക്ക് അവരുടെ കിച്ചൺ കാണിക്കാൻ ധൈര്യമുള്ള ഹോട്ടലുകാർക്ക് പുള്ളിക്കാരനെ വിളിക്കാം. ഓക്കെ, വിളിച്ചിട്ട് പുള്ളിക്കാരനോട് പറയാം, എൻ്റെ ഹോട്ടൽ വന്ന് നിങ്ങൾ വന്നിട്ട് കിച്ചണൊക്കെ ഒന്ന് കാണിക്കൂ. ഓക്കെ, കിച്ചണൊക്കെ എല്ലാവരും ലോകത്തൊക്കെ ഒന്ന് കാണിക്കൂ, ആൾക്കാരെയൊക്കെ ഒന്ന് കാണിക്കൂ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കൂ. ഓക്കെ, പൈസയൊന്നും അപ്പോൾ പുള്ളിക്കാൻ മൃണാൽ പറയുന്നുണ്ട്, പൈസയൊന്നും എനിക്ക് ആവശ്യമില്ല, പൈസ തരികയും വേണ്ട. അവിടുന്ന് കഴിക്കുന്ന ഫുഡ്, നിങ്ങളുടെ കിച്ചൺ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടുന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ പൈസ ഞാൻ പേ ചെയ്യും, അല്ല എൻ്റെ കൂടെ വരുന്ന ആളുടെ ഫുഡിൻ്റെ പൈസ ഞാൻ പേ ചെയ്യും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പുള്ളിക്കാരൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം പുള്ളിക്കാരൻ എത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് പൈസ വാങ്ങിച്ചിട്ട് തന്നെ ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. എന്താണ് ആ വർത്തമാനത്തിൽ നിന്ന് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും ഏറി കയറാനുള്ള തീരുമാനമായിട്ടാണ് ഈ ചലഞ്ചുമായിട്ട് വന്നേക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ ഇത്രയും ദിവസമായിട്ടും പുള്ളിക്കാരൻ ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാണ്ട് പുള്ളിക്കാരൻ ഇതുവരെ റെഡി ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിവേ അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ചലഞ്ചിൻ്റെ വീഡിയോ നിങ്ങൾ കാണാം കേട്ടോ. അത് 1 മിനിറ്റുള്ള വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, കിച്ചൺ ഷൂട്ട് ചെയ്തിട്ട് അവരെന്താ പറഞ്ഞു? ഇൻട്രസ്റ്റ് ഇല്ല, പേടിയുണ്ടാവും അല്ലേ? ഓക്കെ, ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെയാണ്. അവരുടെ കിച്ചൺ വേറൊരാൾ വന്ന് കാണുന്നത്, പുറത്തുനിന്ന് വന്ന് കാണുന്നത് എനിക്ക് താല്പര്യമില്ല. ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളി. ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ, റെസ്റ്റോറൻറ്റുകളിലെ കിച്ചൺ വൃത്തിയില്ല, ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം അല്ല അവിടെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പ്രചരണം നടക്കുകയാണ്. നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കിച്ചൺ എല്ലാവരും കാണിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യൂ വാട്സാപ്പിൽ 9995930055. ഏത് ദിവസമായി ഞാൻ വരുമെന്ന് പറയില്ല, മുൻകൂട്ടി പറയാണ്ട് വരും. ഞങ്ങൾ റെക്കോർഡ് ചെയ്യും. ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താണോ കണ്ടത് അത് ബ്ലോഗിൽ കാണിക്കും. നിങ്ങൾ അവിടുത്തെ ഭക്ഷണം മേടിക്കും, അതിന് കാശ് തരും. നിങ്ങൾ ഇതിന് ഒരു പൈസ ചിലവാക്കണം. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഞാൻ കാശ് തരും, അത് കഴിക്കും, അതിൻ്റെ റിവ്യൂവും പറയും. താല്പര്യമുണ്ടോ? ഇപ്പം കേട്ടില്ലേ, പുള്ളിക്കാരൻ
എന്നാ പറയുന്നത്, ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ആർക്ക് വേണം വിളിക്കാം കേട്ടോ. ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് വേണമെങ്കിൽ തെറി പറയും. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ പേര് ആരും തെറി വിളിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ഈ ഇഷ്യൂ തുടങ്ങുന്നത് ബാലൻ ചേട്ടൻ്റെ കടയെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം ആരോഗ്യവകുപ്പ് മറ്റേ മുനിസിപ്പാലിറ്റി എല്ലാം കയറി ഇറങ്ങി ചെക്ക് ചെയ്ത് പഴകിയ ഫുഡും കാര്യങ്ങളുമൊക്കെ പിടിച്ച് ആ പട വിഷയമായപ്പോഴാണ് ഈ ബാലൻ ചേട്ടൻ്റെ കട പൊങ്ങി വരുന്നത്. പുള്ളിക്കാരൻ നേരത്തെ ചെയ്ത് 1 വർഷം അങ്ങോട്ടായെന്ന് തോന്നുന്നു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് അങ്ങ് ബീഫിനെ പറ്റിയിട്ടും അങ്ങെല്ലാം അങ്ങ് പുകഴ്ത്തിയൊക്കെ അങ്ങ് പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ബാലൻ ചേട്ടൻ്റെ കട അങ്ങ് പൂട്ടിച്ചു. അപ്പോൾ ക്യാൻസറിന് കാരണമായിട്ടുള്ള കളറുകൾ ചേർത്ത പഴകിയ ഫുഡുകൾ പിടിച്ചു എന്നുള്ള ഇതിലാണ് അവിടെ പൂട്ടിച്ചത്. അതോടുകൂടിയാണ് പുള്ളിക്കാരൻ ഏറി കയറാൻ തുടങ്ങിയത്. അപ്പം ട്രോളന്മാരെല്ലാവരും കൂടെ പുള്ളിക്കാരൻ്റെ ചാനലിൽ കയറി വീഡിയോ പൊക്കിയെടുക്കുന്നു. അങ്ങോട്ടങ്ങ് പുള്ളിക്കാരനെ നിലം തൊടിയിക്കാതെ അങ്ങ് നിർത്തി 1-2 ആഴ്ചത്തോളം. പുള്ളിക്കാരൻ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തും പുള്ളിക്കാരൻ എന്താ പറയുന്നത്, ട്രോളന്മാർക്ക് മറുപടി ആയിട്ടായിരുന്നു അത് ഇട്ടത്. അത് ഇട്ട് കഴിഞ്ഞപ്പം തൊട്ട് പുള്ളിക്കാരൻ പിന്നെ അങ്ങ് ഏറി കയറി പുള്ളിക്കാരൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെയും പുള്ളിക്കാരൻ ഒരു വീഡിയോ കൂടെ അങ്ങ് ഇട്ടു. 50 രൂപ ഷവർമ്മ പിന്നെ ട്രോളന്മാരെടുത്തിട്ട് അങ്ങ് അറമാദിച്ച് പുള്ളിക്കാരൻ യൂട്യൂബ് ചാനൽ പിന്നെ ന്യൂസ് ചാനലിൽ പോയി അവിടെ പോയിരുന്ന് പുള്ളിക്കാരൻ മെഴുകി. അതും പുള്ളിക്കാരനെ എടുത്തിട്ട് ട്രോളി പുള്ളിക്കാരനെ ഏറി കയറ്റി. എൻ്റെ പൊന്നെ, പുള്ളിക്കാരൻ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇറങ്ങാനായിട്ട് സമയമില്ല. പുള്ളിക്കാരൻ ഭയങ്കര യാത്രയിലാണ്, ഫ്രീ ആയിട്ടുള്ള യാത്രയിലാണ്. അപ്പം പുള്ളിക്കാരൻ ഈ ബാലൻചേട്ടൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഏറി പോയായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഇട്ട വീഡിയോ ഇപ്പം കണ്ടോ. പൊറോട്ട കട നടത്തുന്ന ഷെഫീഖ് അല്ലേ? ഷെഫീഖ്, എൻ്റെ പേര് മൃണാൾ എന്നാണ്. ഞാൻ ഭയങ്കര വലിയൊരു ബ്ലോഗറാണ്, ഭയങ്കര വലുതാണ്. കേട്ടിട്ടുണ്ടോ? ആ, എനിക്ക് നിങ്ങളുടെ അവിടെ വന്നിട്ടൊരു ബ്ലോഗ് ചെയ്യണമെന്നുണ്ടേ. ആണോ? നിങ്ങളുടെ ഫ്രണ്ടിന്റെ കടയിലോ? ഞാൻ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലും, അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കും, അതിന് കാശ് കൊടുക്കും, അതിനിടയിൽ അത് ഷൂട്ട് ചെയ്യും, പബ്ലിഷ് ചെയ്യുക. ഇപ്പം ഇനി അങ്ങനെയല്ല. ഞാൻ നിങ്ങളുടെ കടയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കോർപ്പറേഷന്റെ ലൈസൻസ് അതാദ്യം തരണം, അത് പരിശോധിച്ചു. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ? പുള്ളിക്കാരൻ ട്രോളുകൾ വാങ്ങിച്ചു കൂട്ടി പുള്ളിക്കാരൻ നിലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പുള്ളിക്കാരൻ എയറിലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ഏറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ വിചാരിച്ചു ഇത് പറ്റില്ല, ഇങ്ങനെ ഏറി എത്ര നേരം നിൽക്കാൻ പറ്റും എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ താഴെ ഇറങ്ങി വന്നിട്ട് പുള്ളിക്കാരൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ ന്യൂസ് ചാനലിൽ വിളിച്ചു. ന്യൂസ് ചാനലിൽ പ്രമുഖ ബ്ലോഗറായിട്ടുള്ള മൃണാൾ ദാസിനെ ചാനലിൽ പോയിരുന്നുകൊണ്ട് അങ്ങോട്ട് പുള്ളിക്കാരൻ്റെ പ്രഭാഷണം തുടങ്ങി. പുള്ളിക്കാരൻ്റെ കുറേ ഫൈൻഡിങ്സ്, പുള്ളിക്കാരൻ അങ്ങ് എന്തോ വലിയ ആളായിട്ടുള്ളൊരു വർത്തമാനവും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സംസാരിച്ച് പുള്ളിക്കാരനൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പ്രബുദ്ധ കേരളത്തിലുള്ള ജനങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ നമുക്ക് തെറ്റ് പറ്റുന്നു, അല്ലെങ്കിൽ എനിക്കും എന്തുകൊണ്ട് ഇങ്ങനെ തെറ്റ് പറ്റുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരൻ്റെ കുറേ വീഡിയോ കുറേ സംസാരം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നോക്കുക. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇത് വല്ലാത്ത ഷോക്കാണ്. ഞാൻ കൊച്ചിയിലാണ് ജീവിക്കുന്നത്. ആ ബീഫിൻ്റെ കളർ എന്നെ ഹഠാത് ആകർഷിച്ചു. ഞാൻ കഴിഞ്ഞ മാസം ഇന്ത്യയിലുണ്ടായിരുന്നില്ല, ഞാൻ യൂറോപ്പിലായിരുന്നു. അവിടുന്ന് മീറ്റ് കഴിച്ചപ്പോഴേ ഞാൻ ഓരോ തവണയും അവിടെയുള്ള പരിചയക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തൊരു ടേസ്റ്റാണ് ഇതിന്. ആ ബീഫിൻ്റെ കളർ എന്നെ ഹഠാത് ആകർഷിച്ചു. ഇതെന്താ ഇത്ര വ്യത്യാസം? ഞാൻ എന്നിട്ട് കുറേ തവണ ഇപ്പോൾ ബീഫായാലും ചിക്കൻ ആയാലും പല സാധനങ്ങളും എൻ്റെ പല ബ്ലോഗുകളിലും ഇത് കാണാം, ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടത്. അവിടുത്തെ മീറ്റിന് വല്ലാത്തൊരു എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മൾ ഇവിടെ കഴിക്കുന്നത് ഇനി എല്ലാം ഇത് തന്നെയാണോ? അതുകൊണ്ടാണോ ഈ ടേസ്റ്റ് വ്യത്യാസം വരുന്നത് പുറം രാജ്യം? കാരണം കാശ് ലാഭിക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ നമ്മുടെ മനസ്സിലോട്ട് വരുന്നുള്ളൂ. ഈ സാധനം എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ കാശ് വേണ്ടി വരില്ലേ എന്ന ഒരൊറ്റ ചിന്ത ഉണ്ടായാൽ തന്നെ നമ്മൾ ഈ 40 രൂപ ബിരിയാണിയും 300 രൂപ അൽഫാമും 50 രൂപ ഷവർമയൊക്കെ വാങ്ങുന്നത് നമ്മൾ നിർത്തും.
നമുക്കതൊന്ന് ആലോചിച്ചാൽ പോരെ, 1 കിലോ കോഴിക്ക് എന്താ വില എന്ന് നമുക്കറിയില്ലേ? അപ്പോൾ 1 കിലോ കോഴിയിൽ നിന്ന് 8 ഷവർമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 ഷവർമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം, അതിന് എത്ര രൂപയാവും? നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പോൾ 50 രൂപയ്ക്ക് ഷവർമ വെക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങാതിരിക്കാനുള്ള വകതിരിവ് നമ്മൾ കാണിക്കൂലേ? എനിക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നേരത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേറൊരു വിഷയത്തിൽ. മലയാളി എന്ത് സ്മാർട്ടാണ്, എല്ലായിടത്തും മലയാളികൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു. പക്ഷേ അതേ മലയാളിക്ക് ഈ വിഷയത്തിൽ എങ്ങനെയാണ് തുടർച്ചയായിട്ട് അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇത് എന്ത് പരിപാടിയാണ്? ഞാനടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ മാത്രം ഇത്ര മണ്ടന്മാരാവും? ആ ബീഫിൻ്റെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കാണുകയും ചെയ്തല്ലോ, കേൾക്കുകയും ചെയ്തല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ചാനലിൽ പോയിരുന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് ന്യായീകരിക്കുകയാണ്. മനസ്സിലായില്ല, പുള്ളിക്കാരൻ ചെയ്ത തെറ്റും കാര്യങ്ങളും ഒന്നും പുള്ളിക്കാരൻ അതിൻ്റെ അകത്തും പറയുന്നില്ല. ഷവർമ കഴിച്ച കാര്യം പോലും, ഷവർമയുടെ കാര്യം വന്നിട്ട് പോലും പുള്ളിക്കാരൻ പറഞ്ഞില്ല. ഞാൻ കഴിച്ച ഷവർമ 50 രൂപയുടെ ഷവർമ കൊള്ളില്ലായിരുന്നു. പുള്ളിക്കാരൻ അപ്പോൾ കണക്ക് പഠിപ്പിക്കുകയാണ്. പിന്നെ നമ്മളെ കൂട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ആൾക്കാർ മണ്ടരാണ്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ മണ്ടരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പോയി ഫുഡ് കഴിക്കുന്നതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പം എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇതിൻ്റെയൊക്കെ വ്ളോഗ് കാണുന്ന ആൾക്കാർ പോയി വ്ളോഗ് കണ്ടിട്ട് പോയി ഇതൊക്കെ ഫുഡ് പോയി കഴിക്കാൻ പോകുന്ന നമ്മളൊക്കെ മണ്ടന്മാർ. ഓക്കെ, എന്നാൽ ഇവനൊക്കെ ഒരു സാമൂഹിക ബാധ്യതയില്ലേ? ഞാൻ ചെയ്യുന്ന കാര്യം അതിൽ കറക്റ്റാണ്, അല്ലെങ്കിൽ നല്ലതാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നുള്ളൂ എന്ന് ഇവനൊക്കെ തീരുമാനിച്ചാൽ പോരെ. ചെയ്ത കാര്യം മണ്ടത്തരമായിപ്പോയി, അബദ്ധമായിപ്പോയി, എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള കാര്യം പുള്ളിക്കാരൻ ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പം ഞാൻ നാളെ ചെയ്യുന്നൊരു കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം. ഞാൻ പരസ്യമായിട്ട് വന്ന് മാപ്പ് പറയുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. കാരണം എൻ്റെ വീട്ടിൽ നല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണേലും ആരാണേലും ഇപ്പം ഞാൻ കാരണം അവരെ ഹെർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയാറുമുണ്ട്. പിന്നെ അവരോട് നല്ല രീതിയിൽ സംസാരിക്കാറുമുണ്ട്. എനിക്ക് പണി ചെയ്തിട്ട് കാര്യമൊന്നും എനിക്ക് തന്നെ കിട്ടും, അല്ലെ നമുക്ക് തന്നെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ പോയി ഫുഡ് കഴിക്കുക. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ തലമുറകളും നല്ലതായിട്ടിരിക്കുകയുള്ളൂ. നമ്മളപ്പം നമ്മുടെ തലമുറേനെ, നമ്മൾ കഴിഞ്ഞിട്ടുള്ള തലമുറ, അല്ല നമ്മുടെ മക്കളെ വീട്ടിലെ നല്ല ഫുഡും കഴിച്ച് ശീലിപ്പിക്കുക. മനസ്സിലായില്ലേ? മാസത്തിൽ 1-2 വട്ടമൊക്കെ വേണമെങ്കിൽ എന്താ പറയുക, പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുക. അത് നല്ല ഹോട്ടലിൽ നിന്നുള്ള നല്ല ഫുഡും കഴിക്കുക. ഫുഡ് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാം, ചേട്ടാ ഈ ഫുഡ് കൊള്ളില്ല, ഞാൻ പൈസ തരില്ല, അല്ലെങ്കിൽ ഞാൻ പേ ചെയ്യില്ല എന്ന് പറയാം. ഓക്കെ, അപ്പം നല്ല ഹെൽത്തി ഹൈജീനിക്കുമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ വേറൊന്നുമല്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഫുഡ് കഴിക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന, മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. നമ്മുടെ മക്കളെയും അത് തന്നെ ശീലിപ്പിക്കുക. നമുക്കുണ്ടാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഫുഡും ഇല്ല. ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യർ തന്നെയാണ്. അതേപോലെ നമുക്കും ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അമ്മമാർ എന്നും വേണ്ടി നല്ല ഫുഡുകൾ ഉണ്ടാക്കി തരും, അല്ലേ? അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഈ പോയിട്ട് ഈ 50 രൂപയുടെ ഷവർമയും 100 രൂപയുടെ 80 രൂപയുടെ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോകുന്നത്, അല്ലേ? ഇച്ചിരി ചോറും ഒരു പപ്പടവും ഒരു തേങ്ങാ ചമ്മന്തിയും ഒരു മീൻ വറുത്തും ഉണ്ടെങ്കിൽ എന്ത് സുഖമായിട്ട് ഫുഡ് കഴിക്കാം, അല്ലേ? അത് വീട്ടിലുണ്ടാക്കുന്നത് നല്ലത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഇപ്പം മുളക് തന്നെ വാങ്ങിച്ച് പൊടിച്ച് എല്ലാം ഹൈജീനിക്കായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളത്. എന്നിട്ടും നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം പിന്നെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, എനിവേ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി അങ്ങ് പൊട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.